Video is for educational purposes only. All demonstrations are performed in a controlled environment. We do not promote or support illegal actions of any kind. സോ ഹായ് ഹാക്കേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ നെറ്റ്വർക്കിംഗ് സീരീസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ആൻഡ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിയർലി ഒരു 5 minutes കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. ജസ്റ്റ് ചെറിയ ചെറിയ കോൺസെപ്റ്റ് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് ലൈൻ നമ്മൾ എന്താണ് നെറ്റ്വർക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. കണക്ഷൻ ഓഫ് ഡിവൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, നെറ്റ്വർക്ക് എന്ന് പറയാം. സോ അതുപോലെ തന്നെ നമുക്ക് പല രീതിയിൽ നെറ്റ്വർക്ക്സിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ അകത്തുള്ളതാണ് ഈ പാൻ, ലാൻ, ക്യാൻ, മാൻ, വാൻ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ്. സോ ഈ പാൻ, ലാൻ, വാൻ, ക്യാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം ഓരോരോ ഫുൾ ഫോംസ് ഉണ്ട്. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. പാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. ക്യാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് ആണ്. അതുപോലെ തന്നെ വാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്കും ഫൈനലി മാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി ഇപ്പോൾ നമ്മുടെ എല്ലാ ആർക്കിടെക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കറന്റ് എല്ലാ നെറ്റ്വർക്ക്സും ഈ പറയുന്ന മെത്തേഡിലായിരിക്കും നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. സോ നമുക്ക് ഇതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നമുക്ക് പാൻ ഏരിയ നെറ്റ്വർക്കിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും, ഒരു ലാപ്ടോപ്പും അതുപോലെ ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് ഇതുപോലുള്ള കുറേ ഡിവൈസസ് ഉണ്ടാവും. സോ ഇവരെ എല്ലാം തന്നെ നമ്മൾ ഇന്റർകണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു മെത്തഡോളജി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ പാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് പാൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും ഈ പറയുന്ന പോലെ ആപ്പിളിന്റെ എക്കോസിസ്റ്റത്തിനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ. അതായത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, മാക്കും ഈ പറയുന്ന സൈമൾട്ടേനിയസ്ലി നമുക്ക് ഫോണൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റ ടൈമിൽ ഡ്രാഗ് ചെയ്തിടുന്ന പരിപാടി, അങ്ങനെ പല പല പരിപാടികൾ നമ്മൾ എക്കോസിസ്റ്റം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ഡിവൈസ് ആണ് ശരിക്കും പറഞ്ഞാൽ മാക് ഡിവൈസസ്. സോ ഈ മാക് ഡിവൈസ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ മിനി മിലിഷയൊക്കെ പണ്ട് കളിച്ചിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി പല ഡിവൈസുകൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്ത് ഒരു നെറ്റ്വർക്കിന്റെ അകത്താക്കും. അതിനുശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഗെയിം സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സെയിം നെറ്റ്വർക്കിൽ എല്ലാവർക്കും കൂടെ ലോഗിൻ ചെയ്ത് കളിക്കാനായിട്ട് പറ്റും. ഇത് സെയിം കോൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു നെറ്റ്വർക്കിനെ ക്രിയേറ്റ് ചെയ്യുന്നു. സോ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ അകത്തുള്ള ഹോട്ട്സ്പോട്ടിനെയാണ് ഈ പേഴ്സണൽ നെറ്റ്വർക്കിന്റെ ക്രിയേഷനെ നമ്മൾ മെയിൻലി യൂസ് ചെയ്യാറ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തിക്കൽ ഹാക്കിങ്ങിലേക്ക് വരുന്ന ടൈമിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു ഇൻഡസ്ട്രിക്ക് അകത്ത് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ചിലപ്പോൾ ഇങ്ങനെയുള്ള പേഴ്സണൽ ഏരിയ നെറ്റ്വർക്സിന്റെ ഒരു കളക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിനെങ്ങനെ അറ്റാക്ക് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം, ഈ പറയുന്ന പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിനെ കുറിച്ചുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആണ്. സോ അതാണ് ഇവിടെ പറഞ്ഞത്. സോ ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് സ്മാർട്ട് ഫോൺ ഈ പറയുന്ന പോലെ വയർലെസ് ഇയർബഡ്സിലും മറ്റൊക്കെ കണക്ട് ചെയ്യുന്നത് നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ ലാൻ. ലാൻ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ലാൻ ഇമ്പോർട്ടൻ്റ് ആവാൻ കാര്യം ഈ പറയുന്ന കോമൺ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിലെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ലാൻ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കാണ്. അതായത് അവർക്ക് ഇപ്പോൾ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവില്ലേ. ഇപ്പം നമ്മൾ ഒരു ഡെവലപ്പർ ഉണ്ടെങ്കിൽ ഒരു ഡെവലപ്പറിന് കമ്പ്യൂട്ടർ, വേറെ ഡെവലപ്പറിന് വേറെ കമ്പ്യൂട്ടർ, അങ്ങനെ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും. ബട്ട് ഇവർക്ക് എല്ലാവരും നമ്മൾ ഇന്റർ കണക്ട് ചെയ്തേക്കുന്നത് ഒരു സെർവറിൻ്റെ അകത്തേക്കായിരിക്കും. അതായത് അവർക്ക് എല്ലാവർക്കും ഒരു കോമൺ സെർവറിൻ്റെ അകത്തേക്ക് ആക്സസ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. എനിവേ, സോ ഈ പറയുന്ന സെർവറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡിവൈസസുകളെല്ലാം തന്നെ കണക്ട് ചെയ്യുന്നത്. സോ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇവിടെ നിന്ന് ഇങ്ങനെ ഡേറ്റ ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഡേറ്റ ഷെയർ ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങനെ ഡേറ്റ ഷെയർ ചെയ്യാം, വേണമെങ്കിൽ ഈ കമ്പ്യൂട്ടേഴ്സ് ത്രൂ ഈ സെർവറിൻ്റെ അകത്തേക്ക് ഡേറ്റ ഷെയർ ചെയ്യാം. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യുക. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന പോലെ ഡിവൈസസിന്റെ ഒരു കണക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നിലധികം ഡിവൈസസുകൾ കാണാനായിട്ട് പറ്റും. ഇവരെല്ലാം തന്നെ എന്ത് ചെയ്തേക്കാണ്, ഇന്റർ കണക്ട് ചെയ്തേക്കാണ്. അവർക്കെല്ലാം തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഡേറ്റാസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റും. സോ ഈ കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് പറയുന്നത്, ഇതിനെ നമ്മളൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ ഇത് ബേസിക്കലി നമ്മൾ ഹോം, ഓഫീസ് അതുപോലെ തന്നെ ബിൽഡിങ്സിലാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന മെയിൻ ടെക്നോളജീസ് ആണ് ഇതർനെറ്റ് ആൻഡ് വൈഫൈ. നമ്മൾ എന്ത് ചെയ്യും, പറയുന്ന ഇതർനെറ്റും വൈഫൈസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന സെർവേഴ്സിനെ തമ്മിൽ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ കണക്ട് ചെയ്ത് വിടാറുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഫാസ്റ്റ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഒരു ലോക്കൽ ലൊക്കേഷനിൽ ഫാസ്റ്റ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു കീ ടോപ്പിക്കാണ് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. ഇത് നിങ്ങൾക്ക് അങ്ങനെ അധികം എല്ലായിടത്തും കാണാൻ പറ്റുന്നൊരു നെറ്റ്വർക്ക് അല്ല. നിങ്ങളിപ്പോൾ ഒരു ക്യാമ്പസിൽ തന്നെ പല പല ബിൽഡിങ്സ് ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ കോളേജസിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോരോ ബിൽഡിങ്സ് ആയിരിക്കും. ഇപ്പം നമുക്ക് കമ്പ്യൂട്ടർ സയൻസിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സിവിലിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, മെക്കാനിക്കലിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഇലക്ട്രിക്കലിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. സോ ഇവരെല്ലാവരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സെൻട്രൽ ഭാഗം കൂടെ കാണും. അതായത് ഇവരെല്ലാവരെയും തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന ഒരു സെൻട്രൽ സെർവറോ മറ്റോ എന്തോ ആയിക്കോട്ടെ. സോ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്ന ടൈപ്പ് ഓഫ് നെറ്റ്വർക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി ലെവലിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ പറയുന്ന ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് ആണ്. എസ്പെഷ്യലി നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് സെക്യൂരിറ്റി ഓഡിറ്റിങ്ങിന് പോകുന്നതെങ്കിൽ നമ്മൾ അവിടെ മെയിൻലി ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ പറയുന്ന ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്കിൻ്റെ അകത്തായിരിക്കും. സോ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഈ ബിൽഡിംഗ് 1 എന്ന് പറയുന്നത് ഇറ്റ് സെൽഫ് എ ലാൻ ആണ് അല്ലേ. അതുപോലെ തന്നെ ബിൽഡിംഗ് 2 എന്ന് പറയുന്നത് എന്താണ്, ഒരു ലാൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ അതിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. പല പല ലാൻ കണക്ഷനെ ഇന്റർ കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടിയാണ് ഏതെന്ന് പറയുന്നത്, ക്യാൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ അതർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അഥവാ മാൻ എന്ന് പറയുന്നത്. മാൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നിങ്ങളൊരു അർബൻ ഏരിയ, ഇപ്പോൾ ട്രിവാൻഡ്രം പോലുള്ള സ്ഥലത്തൊക്കെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നോർമലി ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലത്തും ഈ പറയുന്ന മാൻ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് കുറച്ചുകൂടി ഒരു അർബൻ ഏരിയയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ഈ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ, അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് വരുന്നത് മാനിന്റെ കണക്ഷനാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയിലും മെട്രോപൊളിറ്റൻ ഏരിയയിലാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതായത് ഇപ്പോൾ പല പല ഓഫീസ് ബിൽഡിങ്സ് ഉണ്ടാവും അല്ലേ. ഇപ്പം TCS എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്, സെയിം ടൈം UST വേറൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്, EY വേറൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. ദെൻ ഇപ്പോൾ ടെക്നോ പാർക്കിൻ്റെ അകത്ത് തന്നെ പല പല കമ്പനീസ് ഉണ്ടാവും. ഈ പറയുന്ന കമ്പനീസിന്റെ എല്ലാത്തിൻ്റെയും കൂടി ഡേറ്റാസ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരുന്നത് ഈ പറയുന്ന മാനിലോട്ടാണ്. സിമിലർലി അടുത്തൊരു സ്ഥലത്ത്, അപ്പം അടുത്ത ഒരു ക്യാമ്പസ് ആണ് ഇരിക്കുന്നത്, ഒരു കോളേജ് ആണ് ഇരിക്കുന്നത് വിചാരിക്കുക, അവിടെ നിന്നുള്ള ഡേറ്റാസും വരുന്നത് എങ്ങോട്ടായിരിക്കും, ഒരു മാനിൻ്റെ അകത്തോട്ടായിരിക്കും. ദെൻ ഒരു റെസിഡൻഷ്യൽ ഏരിയ വേറെ ഉണ്ട്, നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ അപ്പുറത്തെ സൈഡിൽ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. ദെൻ അവിടുത്തെ ഡേറ്റ ഫ്ലോസ് എല്ലാം കൂടി വരുന്നത് മാനിലേക്കായിരിക്കും. ദെൻ കുറെ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. സോ ഇങ്ങനെ കളക്റ്റീവ്ലി ഒരുപാട് ഡേറ്റാസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെട്രോപൊളിറ്റൻ ഏരിയ, അല്ലെങ്കിൽ നല്ല ബിസി ആയിട്ട് വരുന്ന ഒരു ഏരിയയെ, അല്ലെങ്കിൽ നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുക, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അഥവാ മാൻ അപ്ലൈ ചെയ്യുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന മാനിനെ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് വാൻ അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ കണക്ഷൻസ് ആണ്. ലാനിന്റെയും മാനിന്റെയും ഒക്കെ ഒരു മിക്സ്ചർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാൻ. അതായത് ഒരു എൻറ്റയർ ഏരിയയെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് പറയാ, വാൻ അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ലാൻഡ്സും അതുപോലെ തന്നെ എന്തും കൺസിഡർ ചെയ്യുന്നുണ്ടാവും, വാൻസും കൺസിഡർ ചെയ്യുന്നുണ്ടാവും. സോ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് വർക്ക് ആവുക, ഈ പറയുന്ന നമ്മുടെ വാൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്നാൽ അധികം ആരും അങ്ങനെ പഠിപ്പിക്കാത്തൊരു കോൺസെപ്റ്റ് ആണ് ഇൻട്രാനെറ്റ് വേഴ്സസ് എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. സോ ഇൻട്രാനെറ്റ്, എക്സ്ട്രാനെറ്റ്, ഇന്റർനെറ്റ്, ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇത് സൈബർ സെക്യൂരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല പല ഓർഗനൈസേഷൻസിനെയും ഇങ്ങനെയായിരിക്കും നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുക. നമ്മളെല്ലാവരും കൂടി ഇൻക്ലൂഡ് ആവുന്ന ഒരു പാർട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് പറയുന്നത്, ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എക്സ്ട്രാനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ഈ ഓർഗനൈസേഷന്റെ അകത്ത് ഒരാളുണ്ട്, അയാൾക്ക് ഇത് രണ്ടിലോട്ടും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വിച്ച് മീൻസ് ഈ പറയുന്ന ഇന്റർനെറ്റിനും ഇൻട്രാനെറ്റിനും ഇടയിൽ വരുന്ന ഒരു ലെയർ ആണ് ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രാനെറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ അകത്ത് ഇന്റൻഷ്യലി ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അതെന്ത് ചെയ്യും, നമ്മുടെ കണക്ഷൻസ്, ഓർഗനൈസേഷന്റെ അകത്തും അവർക്ക് കണക്ഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും, ഓർഗനൈസേഷന്റെ പുറത്തുള്ള ഇന്റർനെറ്റുമായിട്ട് അവർ കണക്റ്റഡ് ഉണ്ടാവും. ഇത് നമ്മൾ BGP എന്നൊക്കെ പറയും, ബോർഡർ ഗേറ്റ് വേ പ്രോട്ടോകോൾ ഒക്കെ വെച്ചിട്ടാണ് നമ്മളത് മീൻ ചെയ്യുന്നത്. സോ അതൊക്കെ നമുക്ക് ഇൻ ഡീറ്റെയിൽ ഫ്യൂച്ചറിൽ മനസ്സിലാക്കാം. സോ ഇത്ര മാത്രം മനസ്സിലാക്കുക, ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും, ഓൾ വേൾഡ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇന്റർനെറ്റ്. എക്സ്ട്രാനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രാനെറ്റിന്റെയും ഇന്റർനെറ്റിന്റെയും ഇടയിൽ വരുന്ന ഭാഗമാണ് എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. സോ ഇനി എന്താണ് ഇൻട്രാനെറ്റ് എന്നുള്ള നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാവും. ഒരു ഓർഗനൈസേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മളിപ്പം ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് മൾട്ടിപ്പിൾ എംപ്ലോയീസ് ഉണ്ടാവും, ഇവരെല്ലാവരും കണക്ട് ചെയ്തേക്കുന്ന ഒരു ഇന്റേണൽ നെറ്റ്വർക്കിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇന്റേണൽ നെറ്റ്വർക്കിനും ഈ എക്സ്റ്റേണൽ നെറ്റ്വർക്കും, നമ്മുടെ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു എക്സ്റ്റേണൽ നെറ്റ്വർക്ക് അല്ലേ. സോ ഇവർക്ക് ഇടയിലുള്ള ഒരു കണക്ഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. സോ ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ അകത്ത് വളരെയധികം സെക്യൂർ ആക്കി വെച്ചേക്കുന്ന ഒരു ഇന്റർനെറ്റ് സർവീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ഉണ്ടാവും. സോ ഇതിനെയാണ് നമ്മൾ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. അത് ഓർഗനൈസേഷൻ ബേസിസ് ആണ്. ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓപ്പൺലി അവൈലബിൾ ആയിട്ടുള്ള പാർട്ടാണ് ഇന്റർനെറ്റ്. സോ ഇവരുടെ ഇടയിൽ വരുന്ന ഒരു ലെയർ, ഇപ്പം നമ്മളൊരു ഗസ്റ്റ് ആയിട്ട് ഒരു ഓർഗനൈസേഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ഇന്റർനെറ്റ് യൂസ് ചെയ്യാനായിട്ട് ചില ഓപ്ഷൻസ് തരാറുണ്ട്. സോ അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നത് എക്സ്ട്രാനെറ്റിന്റെ ക്വാളിറ്റീസ് ആണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. സോ നമ്മൾ ഇന്നത്തെ ടോപ്പിക്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആസ് ഓൾവേസ് സെയിം എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൻ്റെ അകത്ത് കമന്റ് ഇട്ടാൽ മതി, നമ്മൾ റിപ്ലൈ ചെയ്യാം. ഐ നോ ഇറ്റ്സ് തിയറിറ്റിക്കൽ, നമുക്ക് ഇനി വരുന്ന കുറച്ച് കണ്ടന്റ്സ് പ്യുവർ തിയറി ആയിരിക്കും, ബട്ട് ഈ തിയറിയാണ് നിങ്ങളുടെ ബേസ്. ഇനി അങ്ങോട്ട് ചെയ്യുന്ന എല്ലാ പ്രാക്ടിക്കൽസും ഈ തിയറി ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. സോ കീപ് ഇൻ ദാറ്റ് മൈൻഡ് ആൻഡ് നമ്മുടെ കൂടെ നിൽക്കുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെറ്റ്വർക്കും പഠിക്കാനായി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ കണ്ടന്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.